കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൃഷിയെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വീടിന്റെ പരിസരത്ത് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ അടുക്കളത്തോട്ടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. അതിന്റെ കാരണം എന്ന് പറയുന്നത് വിഷമടിക്കാത്ത പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെ വളരെ വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ സ്ഥലമില്ലെങ്കിൽ പോലും ഇപ്പോൾ ടൗണിലൊക്കെ ജീവിക്കുന്നവർക്ക് പോലും നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് നമുക്ക് ചെടിച്ചട്ടിയിലാണെങ്കിൽ പോലും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീട്ടിലെ ആവശ്യത്തിനുള്ള അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അടുക്കളത്തോട്ടം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കൃഷി കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ചെറിയൊരു പ്രചോദനമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷം പങ്കുവയ്ക്കാനാണ്. നമ്മുടെ കൃഷിലോകം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 1,35,000 ആയിട്ടുണ്ട്. അപ്പോൾ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മുടെ ചാനൽ വെരിഫൈഡ് ആകും. അതേപോലെ തന്നെ സിൽവർ പ്ലേ ബട്ടൺ അവാർഡ് യൂട്യൂബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ലഭിച്ച അവാർഡാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും കൂടി കിട്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ചാനലിൽ കൂടുതലായിട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സിൽവർ പ്ലേ ബട്ടൺ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഞങ്ങളുടെ പറമ്പിൽ കൃഷി സ്ഥലത്ത് കൊണ്ടുപോയി ഓപ്പൺ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഭയങ്കര മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറമ്പിൽ പോയി ഇത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഇത് കിട്ടിയിട്ട് ഏകദേശം 1 മാസം ആയിട്ടുണ്ട്. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് വെച്ചിരുന്ന് ഇങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ട് നമുക്ക് നടക്കാത്തത് കൊണ്ട് നമുക്കിത് തൽക്കാലം വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഞങ്ങളിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ജാതിത്തോട്ടത്തിന്റെ വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോകൾ ഇനി ഞങ്ങൾ ഇടുന്നതാണ്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇത് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് അവർ അയച്ചിരിക്കുന്ന ഒരു കാർഡാണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്ലേ ബട്ടൺ. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന അവാർഡാണ്. അപ്പൊ എല്ലാവരും സന്തോഷിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു, അതിന്റെ പേരിലാണ് ഈ പ്ലേ ബട്ടൺ ഇപ്പോൾ ഞങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇത് സമർപ്പിക്കുന്നു. കൃഷിയെക്കുറിച്ചുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ കൃഷിയോടുള്ള ഒരു ഇഷ്ടം എനിക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടില് ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു പൂന്തോട്ടം, അതാണ് ഇന്നും എനിക്ക് ഓർമ്മയുള്ളത്. കുറേ ചെടിച്ചട്ടിയെല്ലാം ഒന്നിച്ച് ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് അച്ഛനൊരു ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്ത് തന്നു. നല്ല ഭംഗിയായിരുന്നു. അന്നോട്ടേ എനിക്ക് ചെടിയോടൊക്കെ വലിയ താല്പര്യമായിരുന്നു. ഒരുപാട് ഇനം ചെടികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം അങ്കമാലിയിൽ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് കൃഷി എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ക്യാമറയോടും അങ്ങനെയുള്ള കാര്യങ്ങളോടും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെടി കണ്ടാലും അല്ലെങ്കിൽ ഒരു ഔഷധ സസ്യം കണ്ടാലും ഒക്കെ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ജസ്റ്റ് ഇതെല്ലാം ഒരു ചെറിയതാണെങ്കിൽ പോലും ഒരു 1 മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ യൂട്യൂബിൽ കയറ്റിയിടും. കാര്യം അങ്ങനെ ചെയ്തത് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. ഇന്ന് നോക്കുമ്പോൾ അതെല്ലാം വളരെ ചെറിയ വീഡിയോസ് ആയിട്ട് തോന്നും. പലതും ഞാൻ ഡിസേബിൾ ചെയ്ത് വെച്ചു. അങ്ങനെയാണ്. അപ്പോൾ കൂടുതലും അവിടെ മഞ്ഞളും അതുപോലെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ചേട്ടൻ പറയും. എൻ്റെ ചെറുപ്പകാലം തുടങ്ങി നമുക്ക് അവിടെ കൃഷി കാര്യങ്ങൾ വേണ്ടതുണ്ട്. നെൽകൃഷി തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കില്ലാത്ത കൃഷികളെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസും ഞങ്ങളവിടെ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചെറുപ്പകാലം തുടങ്ങി ഈ കൃഷി കണ്ടുപഠിച്ചതുകൊണ്ട് എനിക്കൊരു പ്രത്യേക താല്പര്യം കൃഷിയോടുണ്ട്. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി ചെറിയ തോതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഞാൻ 8ൽ പഠിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു, അത് 9ലോ പഠിക്കുമ്പോഴും ഞങ്ങളവിടെ ഒരു സ്പെഷ്യൽ പ്രത്യേകതയുള്ള ഒരു ഏത്തവാഴയുടെ കുറച്ച് ഒരു 5 കണ്ണ് നമുക്ക് കിട്ടി. അത് ചേട്ടൻ കൊണ്ടുവന്ന് തന്നതാണ്. അത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ആ സാധനം കൊണ്ടുവന്നിട്ട് നമ്മളത് കുഴിച്ചിട്ട് അത് വലുതായി ശരിക്കും വളമൊക്കെ ചെയ്തു വന്നു. അന്ന് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 കിലോ 15 കിലോ ഒക്കെ സാധാരണ
ഏത്തവാഴ കൊലച്ച് കിട്ടുകയുള്ളൂ. ഇത് 35 കിലോ 40 കിലോ വരെ വന്നു. അത്രയ്ക്ക് അന്ന് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. 2 രൂപ 3 രൂപയൊക്കെയാണ് നമുക്ക് ഒരു കിലോയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ആണെങ്കിൽ അതിനൊക്കെ ഭയങ്കര റേറ്റ് കിട്ടും. ഇന്നിപ്പോൾ 60-50 റേറ്റിലാണ് 1 കിലോ പഴമൊക്കെ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അത് വെച്ചാണെങ്കിൽ ഭയങ്കര റേറ്റിനുള്ളതുണ്ട്. അന്ന് അത്രയ്ക്ക് വലിയ ഏത്തക്കൊലകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ആറ്റ് നേന്ത്രൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇനമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതുപോലെ ഞങ്ങൾ അവിടെ ചെറുപ്പത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾ നടും, അങ്ങനെ പല സാധനങ്ങളും കുഴിച്ചടയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ അന്നും ഇന്നും കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ താമസമായതുകൊണ്ട് ഒരുപാട് കൃഷി കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് ഈ പണിക്കാരെയൊക്കെ വെച്ചായാലും കൃഷികളും കാര്യങ്ങളും നടത്തിയ അതുപോലെ തന്നെ നമ്മൾ അതിന്റെ പിന്നാലെ ശ്രദ്ധിക്കുകയും കൂടി വേണം. നമുക്ക് അത്ര ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ കൃഷി ഉള്ള പറമ്പില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പണിക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറവും കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഞങ്ങളുടെ പറമ്പിലെന്ന് പറഞ്ഞാൽ എന്ത് ഈ ഫലവൃക്ഷങ്ങൾ എവിടെ കിട്ടിയാലും നല്ല ഫലവൃക്ഷമാണെങ്കിലും നമ്മൾ നേഴ്സറി പോയാൽ അത് മേടിച്ചു കൊണ്ടുവന്ന് പറമ്പിലൊക്കെ കുഴിച്ചിടുക. അപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ ഒരുവിധമുള്ള എല്ലാ സാധനങ്ങളും, ഒരുപാട് മാവുകളുണ്ട്, പിന്നെ ഈ മാങ്കോസ്റ്റീൻ ഉണ്ട്, റംബുട്ടാൻ ഉണ്ട്, മുസമ്പി ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു സ്പെഷ്യൽ ഒരു പഴം. അതെന്താന്ന് മലേഷ്യൻ ഫ്രൂട്ട് എന്തോ ആണ്. അത് നേഴ്സറിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് വെച്ചാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ അതുമാതിരി ചെറിയ കായ പഴുത്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഒത്തിരി സാധനങ്ങൾ പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, പലതും കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇതുപോലെ ക്യാൻസറിനൊക്കെ പറ്റിയ മുള്ളൻചക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അത് ഒത്തിരി മരങ്ങളുണ്ട്. അത് നമ്മളുടെ വീട്ടിലുള്ളത് വന്ന് ഈ ക്യാൻസർ രോഗികൾക്കൊക്കെ ഒരു കീമോതെറാപ്പിക്ക് ഒപ്പം ഫലം ചെയ്യുമെന്നും പറഞ്ഞ് ഒത്തിരി അകലേന്ന് കുടുങ്ങിയ ആൾക്കാർ ഇത് അന്വേഷിച്ച് വീട്ടിൽ വന്ന് പറിച്ചു കൊണ്ടുപോകലും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇല വരെ പറിച്ചു കൊണ്ടുപോകും. ഇപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി ഉണ്ടാവും, പല മരങ്ങളും നിൽപ്പുണ്ട്. ഇതിനാണെങ്കിൽ നമ്മളുടെ ഇവിടെ ഇപ്പം ലുലുവിലൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ട്, 100-300 രൂപയൊക്കെ ഒരു കിലോന് കിട്ടുമെന്ന് തോന്നണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാത്ത ഫ്രൂട്ട്സ് എന്ത് കിട്ടിയാലും ഇപ്പോഴും നമ്മളത് മേടിച്ചു കൊണ്ടുപോയി അത് പറമ്പിൽ നടും. കാരണം വയസ്സാകുമ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ ഓരോന്ന് കുറച്ചൊക്കെ തിന്നും സുഖിച്ചൊക്കെ നടക്കാലോ എന്നുള്ളൊരു വിചാരത്തിൽ. പിന്നെ ഞങ്ങളുടെ പറമ്പിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തെങ്ങ്, ജാതി, കമുക് അങ്ങനെ ഉള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ വാഴയുണ്ടാവും, പിന്നെ കപ്പയുണ്ട്, അങ്ങനെ ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും പറമ്പ് നിറച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഒത്തിരി കുമ്പളം കാര്യങ്ങൾ നടുവായിരുന്നു. ലോഡ് കണക്കിനാണത് പറിച്ചു കയറ്റി കച്ചവടക്കാർ വന്ന് കൊണ്ടുപോകണേ. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ കപ്പ, ലോഡ് കണക്കിന് കപ്പ പറിച്ച് കയറിപ്പോവും. അതുപോലെ ഏത്തവാഴ, എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പണിക്കാരുടെ ദൗർബല്യവും കാര്യങ്ങളും കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുറച്ചിട്ടുണ്ട്. നമുക്കധികം കൃഷിയോട് ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല. അതിനാൽ നമുക്ക് താല്പര്യക്കുറവൊന്നുമില്ല. ഇപ്പോഴും കിടക്കുന്ന സ്ഥലത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വലിയ കുഴപ്പമില്ലാത്തണം. പണ്ടൊക്കെ ഞങ്ങൾ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പച്ചക്കറി എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് കടയിൽ നിന്ന് മേടിക്കാറില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് തന്നെ ഇപ്പം ഈ നെൽകൃഷിയുള്ളപ്പോൾ ഒത്തിരി പണിക്കാരും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ പണിക്ക് തന്നെ പെണ്ണുങ്ങൾ വരെ ഈ പച്ചക്കറിയും കാര്യങ്ങളും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവർക്ക് വരെ പച്ചക്കറി പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു സംഭവമില്ല. ഇന്നിപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളും ഇപ്പം ഈ കഴിഞ്ഞ ഇതിൽ കുറച്ച് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തതാണ്, കുറച്ചൊക്കെ കിട്ടി. ഞങ്ങളുടെ ആവശ്യത്തിന് ഇടയ്ക്ക് പോകുമ്പോൾ പറിച്ചു കൊണ്ടുവരും. അല്ലെങ്കിൽ കപ്പ വരെ ഇപ്പം ഈ എറണാകുളത്തായാലും 1 കിലോ അല്ലെങ്കിൽ 2 കിലോ കപ്പ മേടിക്കുക ഇടയ്ക്ക്. അതൊക്കെ ഇപ്പോൾ ഒരു ഫാഷനായി മാറിയതാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കപ്പയൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ്. ഇന്ന് കപ്പ മേടിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. അതാണ് കാലഘട്ടത്തിന്റെ ഒരു മാറ്റം. ഞങ്ങളുടെ പറമ്പിലുണ്ടായ കപ്പ ഉപയോഗിച്ചിട്ട് കപ്പോഴ ഉണ്ടാക്കിയിരുന്നു. അതേപോലെ തന്നെ ചിക്കൻ കറി അല്ലേ, അത് വീഡിയോ ഞാൻ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ ആ ചാനൽ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതുകൂടി കാണണം. അപ്പോൾ കൂടുതൽ കൃഷി വിളകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിലും കാണാൻ പറ്റും. നമുക്ക് കൃഷിലോകം ചാനൽ എന്ന് പറയുന്ന പോലെ നമുക്ക് മറ്റൊരു ചാനൽ കൂടി ഉണ്ട്, ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്നാണ് അതിന്റെ പേര്. അതിന് നമുക്ക് ഇതുപോലെ ഒരു പ്ലേ ബട്ടൺ കാര്യങ്ങൾ നമുക്ക് 1 ഇയർ മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആ ചാനലിന് 3 ലക്ഷത്തിൽ ചെല്ലാനും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ചാനലിന് കിട്ടിയ പ്ലേ ബട്ടൺ ആണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കുന്നത്.
അപ്പോൾ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലെയും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലെയും എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങളാണ് ശരിക്കും ഈ ചാനലിൽ രണ്ടിനെയും മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നവർ ദയവായി നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് അയക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന് തന്നെയാണ് പേജിൻ്റെ പേര്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നമ്മുടെ ഈ ചാനൽസ് പരിചയപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.